ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധത്തീക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ഗെയിം പ്ലാനർ ആരാണ്? ഈ ഒരൊറ്റ ചോദ്യമാണ് ഇന്ന് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും ലോകരാജ്യങ്ങളെയും ഒരുപോലെ കുഴപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധമേഘങ്ങൾ ദിനം പ്രതി കട്ടിയാകുമ്പോൾ ഈ ചോരപ്പുഴയുടെയും സംഘർഷങ്ങളുടെയും പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്നറിയാൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പരമ്പരാഗതമായ ഒരു തർക്കം മാത്രമാണോ? ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളെ പോലും തകർത്തെറിയാൻ ശേഷിയുള്ള ഇറാന്റെ സൈനിക മുന്നേറ്റം കണ്ട് വിറളി പൂണ്ട ശത്രുക്കൾ നേരിട്ടുള്ള പോരാട്ടത്തിൽ വിജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കി തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് പുതിയ ചതിക്കുഴികൾ ഒരുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ദി ന്യൂയോർക്ക് ടൈംസ് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് വലിയ ചർച്ചയാകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനെതിരായ സൈനിക നടപടി തുടരാൻ പ്രോത്സാഹിപ്പിച്ചുവെന്നാണ് ആരോപണം. കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം, ഈ സംഘർഷത്തെ അദ്ദേഹം ഒരു ചരിത്രപരമായ അവസരം എന്ന നിലയിൽ വിശേഷിപ്പിച്ചതാണ്. ഗൾഫ് മേഖലയിലെ ശക്തി സമവാക്യം മാറ്റാൻ ഇതൊരു അപൂർവ അവസരമാണെന്ന കാഴ്ചപ്പാടിലാണ് സൗദി നേതൃത്വം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രകാരം സൗദി അറേബ്യയുടെ ഈ നിലപാട് വെറും രാഷ്ട്രീയമല്ല, അതിൽ ആഴത്തിലുള്ള സുരക്ഷാ ആശങ്കകളും ഉൾക്കൊള്ളുന്നു. ഇറാന്റെ നിലവിലെ ഭരണകൂടം ഗൾഫ് രാജ്യങ്ങൾക്ക് ദീർഘകാല ഭീഷണിയാണെന്നും അതിനെ ദുർബലപ്പെടുത്തുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്ക് വേണ്ടിയാണെന്നും സൗദി പക്ഷം വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊണ്ട നിലപാടും ശ്രദ്ധേയമാണ്. ഇസ്രയേലും ഇറാനെ ഒരു സ്ഥിരമായ ഭീഷണിയായി കാണുന്നുവെങ്കിലും ഒരു പരാജയപ്പെട്ട ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് കൂടുതൽ അപകടകരമാകാമെന്ന ആശങ്ക സൗദിക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി സമാധാനം പറയുകയും രഹസ്യമായി യുദ്ധതന്ത്രങ്ങൾക്ക് എണ്ണ പകരുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. എന്നാൽ സ്വന്തം മണ്ണിന്റെ പരമാധികാരത്തിന് വേണ്ടി പോരാടുന്ന ഇറാനെ തളയ്ക്കാൻ വൻ ശക്തികൾ ഒന്നിക്കുമ്പോഴും പതറാത്ത പോരാട്ട വീര്യത്തോടെ ഓരോ നീക്കത്തിനും കൃത്യമായ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണ്. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ നോക്കുന്നവർക്ക് മുൻപിൽ സാങ്കേതിക വിദ്യയും സൈനിക കരുത്തും കൊണ്ട് മറുപടി പറയുന്ന ഇറാന്റെ ഈ പോരാട്ടം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. അതേസമയം സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാൻ പോന്ന മിസൈൽ കരുത്തും പശ്ചിമേഷ്യയുടെ അധിപൻ തങ്ങളാണെന്ന ഉറച്ച പ്രഖ്യാപനവുമാണ് ഇറാന്റെ ഓരോ നീക്കത്തിലും നിഴലിക്കുന്നത്. ഈ രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ കരുക്കൾ നീക്കുന്നത് ആരായാലും ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുൻപിൽ അത് വിലപ്പോകില്ലെന്ന് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. ആത്യന്തികമായി പശ്ചിമേഷ്യ ആർക്ക് കീഴടങ്ങുമെന്ന് കാലം തെളിയിക്കും. പക്ഷെ ഇത് ഇറാന്റെ കരുത്തിനെ മാനിക്കാതെ സാധ്യമാകില്ല. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും അതിനു പിന്നിലെ അധികാര കളികളും നമ്മൾ സാധാരണക്കാർ കരുതുന്നതിലും എത്രയോ മടങ്ങ് സങ്കീർണവും ഭയാനകവുമാണെന്ന് വ്യക്തമാവും. കേവലം സൈനികമായ ഒരു ഏറ്റുമുട്ടലിനപ്പുറം പശ്ചിമേഷ്യയുടെ അധിപനാകാൻ വേണ്ടി അണിയറയിൽ നടക്കുന്ന ഈ ചതുരംഗക്കളി ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്.